റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അബുദാബിയിൽ നടന്ന 2 ദിവസത്തെ ചർച്ചയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകൾ അടുത്തയാഴ്ച വീണ്ടും തുടരുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിനോസ് ഷംസുദ്ദീൻ തുടരുകയാണ്. ഷിനോസ്, നോക്കൂ, ഈ രീതിയിൽ ചർച്ച മുന്നോട്ട് നീങ്ങുമ്പോഴും റഷ്യ കഴിഞ്ഞ ദിവസം യുക്രൈൻ തലസ്ഥാനത്തുൾപ്പെടെ കീവിൽ ഉൾപ്പെടെ നടത്തിയ ആക്രമണം, അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമൊക്കെ സംഭവിക്കുകയും ചെയ്തിരുന്നപ്പോൾ അതിനോടെങ്ങനെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതികരണം വരുന്നത്? ഈ ആക്രമണത്തെ യുഎസും അതേപോലെ തന്നെ ഉക്രൈനും നിശ്ചിതമായി വിമർശിക്കുകയാണ്. പ്രത്യേകിച്ച് ആ രാജ്യത്തെ ജനങ്ങളും ഈ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ചകളെ കണ്ടിരുന്നത്. പക്ഷേ കൈവിലും മറ്റുമുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നത് യാതൊരു തീരുമാനങ്ങളും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾക്ക് മേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തണുപ്പാണ് ഇപ്പോൾ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആക്രമണങ്ങളിൽ ഈ റൂമും മറ്റും ചൂടാക്കാനുള്ള സംവിധാനങ്ങളും മറ്റും നശിച്ചു പോയിട്ട് നിരവധി പേർ തെരുവിലാണ് ഉള്ളത്. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതില്ലായിരുന്നു. ക്രിയാത്മകമായ ഒരു ചർച്ച അബുദാബിയിൽ നടക്കുമ്പോൾ റഷ്യക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ള നിലയ്ക്കാണ് പല പ്രതികരണങ്ങളും വരുന്നത്. പക്ഷേ റഷ്യയും ഇപ്പോൾ ഈ രാത്രിയിൽ പ്രതികരിച്ചിട്ടുള്ളത് ഞങ്ങളും ചർച്ച തുടരാൻ തയ്യാറാണ്. അതേപോലെ തന്നെ ഉക്രൈനും പറയുന്നത് ചർച്ച തുടരുകയാണ്. അല്ലെങ്കിൽ ഫെബ്രുവരി 1 വീണ്ടും അബുദാബിയിൽ ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇരുന്ന് വിശദമായ ചർച്ചകൾ നടത്തുമെന്ന് തന്നെയാണ്. ഇത്തരത്തിലൊരു ചർച്ച ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് US പ്രതിനിധികൾ പങ്കെടുക്കുന്നു, ഉക്രൈൻ പ്രതിനിധികൾ പങ്കെടുക്കുന്നു, അതേപോലെ തന്നെ റഷ്യയുടെയും ഉന്നത പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അതിൽ വേദിയൊരുക്കി UAE ക്രിയാത്മകമായ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ്. ഒരു പുതിയ മാനദണ്ഡങ്ങളും അതേപോലെ തന്നെ ഒരു ഒത്തുതീർപ്പ് സമവായങ്ങളും രൂപപ്പെടുത്താൻ പുതിയ ചർച്ചകൾക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷ ലോകമെമ്പാടും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ഈ ചർച്ചയിൽ അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങളിൽ യുക്രൈനും പൂർണ്ണ തൃപ്തിയിൽ തന്നെയാണോ? അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിലെ പ്രതിഷേധമാണ് കാര്യമായി ഉക്രൈൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കരാർ രൂപപ്പെടുത്താൻ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് UAEയുടെ പ്രതിനിധി, UAE വിദേശ മന്ത്രാലയത്തിന്റെ പ്രതിനിധി അഫ്ര ഹമേലി അല്പം മുമ്പ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചർച്ചകൾ മുന്നോട്ട് പോകും, വലിയ പ്രതീക്ഷകൾ ഈ ചർച്ചകളിലുണ്ട്. അതേപോലെ തന്നെ ഈ സംഘർഷം കുറയ്ക്കാനും ഈ ഇടപെടൽ സാധ്യമാകും എന്നാണ് UAE പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ യുദ്ധം തുടങ്ങിയിട്ട് 4 വർഷം തികയുകയാണ് ഫെബ്രുവരിയിൽ. അതിനിടയിൽ തന്നെ 17 തവണ തടവുകാരെ പരസ്പരം വിട്ടയക്കാൻ റഷ്യയും ഉക്രൈനും തയ്യാറായിട്ടുള്ളത് UAEയുടെ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധവിരാമത്തിനും UAEയുടെ ഇടപെടൽ ഫലം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികളും വെച്ചു പുലർത്തുന്നത്. ദിവ്യ, സമാധാന ചർച്ച അടുത്ത ആഴ്ചയും തുടരും എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത്. ഷിനോസ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.